ഹലോ നമസ്കാരം, എല്ലാവർക്കും മോട്ടോർ മേനിയുടെ ഡ്രൈവ് വിത്ത് കോൺഫിഡൻസ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവർക്കും ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രധാനമായിട്ടുള്ള ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അതായത് വണ്ടി നിർത്താനായിട്ട് ആദ്യമേ ക്ലച്ചാണോ ബ്രേക്കാണോ ചവിട്ടേണ്ടത്? പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ട് തന്നെയാണിത്. അപ്പം ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഡൗട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ താഴത്തെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഈ സംശയമുള്ളവർ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ ഞാൻ ക്ലച്ചിൻ്റെ വർക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാം. നമ്മളിടയ്ക്ക് ആരെങ്കിലും എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഗിയർ സെലക്ട് ചെയ്യാൻ വേണ്ടി ആണെന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഗിയർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല ക്ലച്ചിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ അത് മാത്രമല്ല അവിടെ ഒരു എയിം ചെയ്യുന്നത്. ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ എൻജിൻ്റെ ഡ്രൈവ്, നമ്മുടെ വണ്ടിയുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻജിൻ്റെ ഡ്രൈവ്, ഗിയർ ബോക്സിലേക്കുള്ള എൻജിൻ്റെ ഡ്രൈവിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയാണ് ക്ലച്ച് ചവിട്ടുമ്പോൾ നടക്കുന്ന പ്രോസസ്സ്. നമ്മൾ ക്ലച്ച് പെടലിൽ നിന്ന് കാലെടുക്കാൻ നേരത്ത് വീണ്ടും എൻജിൻ്റെ ഡ്രൈവ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻജിൻ്റെ ഡ്രൈവ് ട്രാൻസ്മിഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ഗിയർ ബോക്സിലേക്ക് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ക്ലച്ച് പെടൽ ചവിട്ടുമ്പോൾ എൻജിൻ്റെ ഡ്രൈവ്, ഗിയർ ബോക്സിലേക്കുള്ള എൻജിൻ്റെ ഡ്രൈവിനെ ഓഫ് ചെയ്യുകയും ക്ലച്ച് പെടലിൽ നിന്ന് കാലെടുക്കുമ്പോൾ എൻജിന് ഗിയർ ബോക്സിലേക്കുള്ള ഡ്രൈവ് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്ന അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഗിയർ ബോക്സിനകത്ത് കിടക്കുന്ന ഗിയറിൻ്റെ ഡ്രൈവ്, അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിനെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതെന്ന് ഒന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ആ സമയത്താണ് നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗിയർ ബോക്സിലെ ഗിയറുകൾക്ക് കറക്കമില്ലാതാവുകയും ആ സമയത്ത് നമ്മൾ ഗിയർ സ്മൂത്തായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ നമ്മൾ ക്ലച്ച് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് പയ്യെ ക്ലച്ച് താങ്ങിയാണ് എടുക്കുന്നത്, അല്ലേ? നമ്മൾ ഫസ്റ്റ് ഗിയർ, ആദ്യത്തെ ഗിയറുകളെല്ലാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ ഗിയറുകൾക്കെല്ലാം ടോർക്ക് ഉണ്ട്. ഫസ്റ്റ് ഗിയറിനാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് ഉള്ളത്. സെക്കൻഡ് ഗിയറിന് ടോർക്ക് കുറയും, സ്പീഡ് കൂടും. തേർഡ് ഗിയറിന് വീണ്ടും ടോർക്ക് കുറയും, സ്പീഡ് പിന്നെയും കൂടും. അങ്ങനെ ഓരോ ഗിയറിലോട്ട് വരുമ്പോൾ സ്പീഡ് കൂടുകയും ടോർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ടോർക്ക് കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഫസ്റ്റ് ഗിയർ ഇടാൻ നേരത്ത് നമ്മൾ ക്ലച്ച് ഒന്ന് താങ്ങിയാണ് എടുക്കുന്നത്. അത് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ്റെ ഡ്രൈവ് നിന്നു പോകും. അതിനുവേണ്ടി നമ്മൾ ക്ലച്ച് ഒരു പ്രോസസ്സും കൂടെ ചെയ്യുന്നുണ്ട്, ക്ലച്ച് താങ്ങിയാണ് എടുക്കുന്നത്. അതേപോലെ കയറ്റം കയറുമ്പോഴും സഡനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോഴും ഗ്രാജുവലായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ക്ലച്ച് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം, ക്ലച്ച് താങ്ങി കൊടുത്താൽ മാത്രമേ വണ്ടി എൻജിൻ ഓഫാകാതെ വണ്ടി മുകളിലേക്ക് കയറിപ്പോകത്തുള്ളൂ. അപ്പം അതിനും വേണ്ടി നമ്മൾ ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗിയർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല ക്ലച്ചിന് ഇതേപോലെ പല ആവശ്യങ്ങളും അല്ലെങ്കിൽ പല ഉപയോഗങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇടയ്ക്ക് ബ്രേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും വണ്ടി നിർത്തുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നതെന്ന് പറയും. എന്നാൽ വണ്ടി നിർത്തുവാൻ മാത്രമല്ല നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്ന, വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് എവിടെയെങ്കിലും ഒതുക്കി നിർത്തുന്നതിന് കൂടെ നമ്മൾ ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് രണ്ട് രീതിയിൽ വണ്ടീനെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും, ബ്രേക്ക് ഉപയോഗിച്ചും സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് വണ്ടീനെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നത് വണ്ടിയുടെ ഒന്നാമത്തെ ഗിയറിന് ഏറ്റവും കൂടുതൽ ടോർക്കാണുള്ളത്, സ്പീഡ് കുറവായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പം ഫിഫ്ത്ത് കിടക്കുന്ന വണ്ടി, ഗിയറിൽ കിടക്കുന്ന വണ്ടി നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്ത്, തേർഡ്, സെക്കൻഡ് അങ്ങനെ കൊണ്ടുവന്ന് ഫസ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വണ്ടീനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. അതായത് ആ എൻജിൻ്റെ ഡ്രൈവ് ഗിയർ ബോക്സിൽ കിടക്കുന്ന ഗിയറുകളിലൂടെയാണ്. എൻജിനൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് കാണും, ആ സ്പീഡിൽ നിന്ന് ഗിയർ ബോക്സിൽ കിടക്കുന്ന ഗിയറുകളാണ് നമ്മൾ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉപയോഗിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പോൾ ടോർക്ക് കൂടുതലും സ്പീഡ് കുറവാണ് ചെയ്യുന്നത്. അങ്ങനെ എൻജിൻ്റെ ഡ്രൈവ് ഫസ്റ്റ് ഗിയറിലൂടെ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി റോഡ് വീലിലേക്ക്, നമ്മുടെ വണ്ടിയുടെ റോഡ് വീലിലേക്ക് എത്താൻ നേരത്ത് ആ റോഡ് വീലിനുണ്ടാകുന്ന പിടുത്തം, അതായത് ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഗിയറിൽ ആണ് ഗിയർ കിടക്കുന്നതെങ്കിൽ സ്പീഡ് കൂടുതലാണ് റോഡ് വീലിന് വരുന്നത്. അങ്ങനെ ഓരോ ഗിയർ നമ്മൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ വണ്ടിക്ക് പിടുത്തം, ഗിയർ ബോക്സിൻ്റെ പിടുത്തം, എൻജിനുമായിട്ടുള്ള പിടുത്തവും റോഡ് വീലുമായിട്ടുള്ള ആ ഒരു ബാക്ക് ടോർക്ക്, അതുകൊണ്ട് വണ്ടി പതിയെ സ്ലോ ആവുകയും ചെയ്യും.
അങ്ങനെ നമുക്ക് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ വണ്ടി റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പ്രോസസ്സും ചെയ്യുന്ന, ഗിയർ ഡൗൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടുന്ന, ബ്രേക്ക് ചവിട്ടുന്ന, അങ്ങനെ ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ചെയ്യാറുള്ളത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന വണ്ടിയുടെ സാഹചര്യം നോക്കാം. നമുക്ക് അവിടെ വണ്ടി നിർത്താനായിട്ട് ക്ലച്ചാണോ ബ്രേക്കാണോ ചവിട്ടേണ്ടതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാൻ നേരത്ത് നമ്മൾ മിക്കവാറും ഫസ്റ്റ് ഗിയറിലായിരിക്കും ഓടിക്കുക, അല്ലേ? ഫസ്റ്റ് ഗിയർ ഓടിക്കാൻ നേരത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്ലച്ചായിരിക്കും. ക്ലച്ച് ഇങ്ങനെ താങ്ങി ഇപ്പോൾ ഈ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല, ചില വണ്ടികൾക്ക് മാത്രം ആക്സിലേറ്റർ കൊടുത്താൽ മതി. ജസ്റ്റ് ക്ലച്ച് ഇങ്ങനെ കാലെടുത്തെടുത്തെടുത്ത് അനക്കി കൊണ്ടുപോയാൽ മതി ബ്ലോക്കിൽ കിടക്കാൻ നേരത്ത്. മാക്സിമം ഫസ്റ്റ് ഗിയർ മാത്രമേ എടുത്തുള്ളൂ. എങ്ങനെ ജസ്റ്റ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ഗിയറിൽ എടുത്തുള്ളൂ. ഈ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് വിട്ടിട്ടാണ് ഓടിക്കാറുള്ളത്. ആ സമയത്ത് നമുക്ക് ആദ്യമേ ബ്രേക്കിലേക്ക് കാലുകൊണ്ട് വണ്ടി നിർത്താൻ വേണ്ടി, ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്നും പെട്ടെന്ന് നിർത്താൻ വേണ്ടി നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റക്കായിട്ട് അവിടെ നിന്ന് പോകും. ആ സമയത്ത് നമ്മൾ ക്ലച്ച് തന്നെ ഫുള്ളായിട്ട് ചവിട്ടി ഉടനെ തന്നെ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വണ്ടി അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ അവിടെ ആദ്യമേ ക്ലച്ചാണ് ചവിട്ടിയത്, അതിനുശേഷമാണ് ബ്രേക്ക് ചവിട്ടിയത്. അതൊരു സിറ്റുവേഷനാണ്. ഇനി ഒരു സിറ്റുവേഷൻ, നമ്മളൊരു വലിയൊരു ഇറക്കം ഇറങ്ങി വരുന്നു, ഫസ്റ്റ് ഗിയറിലിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്, ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തണമെങ്കിൽ നമ്മൾ ക്ലച്ച് ആദ്യമേ ഫുള്ളായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് നല്ല സ്പീഡിൽ മൂവ് ചെയ്തു പോകും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഗിയറിൻ്റെ റോഡ് വീലും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എൻജിൻ്റെ ഡ്രൈവ് ഫസ്റ്റ് ഗിയറിൽ വന്ന് കണക്ട് ചെയ്ത് അത് ഗിയർ ബോക്സ് വഴി റോഡ് വീലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ പിടുത്തം, ഫസ്റ്റ് ഗിയറിൻ്റെ ആ പിടുത്തം ഉള്ളത് കൊണ്ടാണ് വണ്ടി പിടിച്ച് ഇറങ്ങി താഴത്തോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻജിൻ്റെ ഡ്രൈവ്, എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എൻജിൻ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്, ക്ലച്ച് കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഗിയർ ബോക്സിലേക്ക് എൻജിൻ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എൻജിൻ്റെ ഡ്രൈവ് ഓഫാവും. ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സിന് യാതൊരുവിധ ബന്ധവുമില്ല, ഫ്രീ ആകും, റോഡ് വീലും ഫ്രീ ആവും. അപ്പോൾ ആ വണ്ടിയുടെ വെയിറ്റിൻ്റെ ഫലമായിട്ട് വണ്ടി താഴത്തേക്ക് സ്പീഡിൽ കുത്തനെ ഇറങ്ങിപ്പോകും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടി ഒതുക്കി നിർത്തണമെങ്കിൽ, ഇത്രയും ഫസ്റ്റ് ഗിയറിലിട്ടാണ് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതിനോട് അനുബന്ധമായിട്ട് തന്നെ ക്ലച്ചും കൂടെ അപ്ലൈ ചെയ്ത് സൈഡിലേക്ക് എവിടെയെങ്കിലും ഒതുക്കി നിരപ്പാട്ടുള്ള ലെവലുള്ള സ്ഥലം നോക്കി ഒതുക്കി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു ഹൈവേയിലൂടെ പോകുന്നു. ഏകദേശം നമ്മൾ തേർഡ് ഗിയർ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ ഒരു 40-45 എബോവ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ആ സമയത്ത് നമുക്ക് വണ്ടി ഒതുക്കി എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ആക്കണമെങ്കിൽ, നമുക്കൊന്ന് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വണ്ടി ഒതുക്കി നിർത്തണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. ഈ സമയത്ത് നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇത്രയും സ്പീഡ് റേഞ്ചിൽ ഓടാൻ നേരത്ത് നമ്മൾ ഒരു 45 ആ റേഞ്ച്, അതിന് എബോവായിട്ടുള്ള സ്പീഡിൽ ഓടാൻ നേരത്ത് നമുക്ക് ആദ്യമേ ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി അതിനോട് അനുബന്ധമായിട്ട് തന്നെ ക്ലച്ചും കൂടെ ചവിട്ടി വേണേൽ ഗിയർ ഡൗൺ ചെയ്യുന്ന നല്ല കാര്യം. ഗിയർ ഡൗൺ ചെയ്യുന്നതാണ് കറക്റ്റായിട്ടുള്ള രീതി. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പയ്യെ ബ്രേക്ക് ചവിട്ടി അതിനനുബന്ധമായിട്ട് ക്ലച്ച് സോഫ്റ്റായിട്ട് ചവിട്ടി വണ്ടി ഒതുക്കി നിർത്തുന്നതിനുള്ളിൽ ക്ലച്ചും ഫുള്ളായിട്ട് ചവിട്ടി ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടി അവിടെ വണ്ടി ഒതുക്കി നിർത്തുക. ഇനി വേറൊരു സിറ്റുവേഷൻ കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഹൈവേയിലൂടെ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ, നല്ല സ്പീഡിൽ ഓടിച്ചു വരികയാണ്. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് സ്ലോ ചെയ്താൽ മതി. സ്പീഡിൻ്റെ സ്പീഡിൻ്റെ റേഞ്ച് 40 താഴെ അല്ലെങ്കിൽ 30 താഴത്തോട്ട് വന്നാൽ മാത്രമേ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ, സഡനായിട്ട് വണ്ടി നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് അവിടെ ആ സമയത്ത് ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യാം. അവിടെ ഗിയർ ഡൗൺ ചെയ്ത് സ്ലോ ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷനാണ്. സഡനായിട്ട് വണ്ടി നിർത്തണമെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, സഡനായിട്ട് തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് ചവിട്ടി വണ്ടി നിർത്തുക. പിന്നെ ഒരു സ്ഥലത്തും കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കയറ്റത്തിൽ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്ലച്ച് താങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ലെറ്ററിന് താങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് മൂവ് ചെയ്യും, വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് ബ്രേക്കിലും പെട്ടെന്ന് കാല് വെച്ച് ക്ലച്ച് ഉടനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക.
അപ്പോൾ അവിടെ ആദ്യമേ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോകും. അതുകൊണ്ട് ക്ലച്ചും ബ്രേക്കും കൂടെ ഒരേപോലെ ലെവലിൽ ബ്രേക്ക് സഡനായിട്ട് അപ്ലൈ ചെയ്ത് ക്ലച്ച് ഫുള്ളായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, മെയിനായിട്ട് നമ്മൾ വണ്ടി നിർത്താൻ നേരത്ത് ചെയ്യാറുള്ള ഓപ്പറേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഒരു ചെറിയൊരു ടിപ്സ് തരാനുണ്ട്. നമ്മൾ വണ്ടി പഠിക്കുന്ന സമയത്ത്, വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് മാനുവൽ ഗിയറിൽ കാർ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സ്മൂത്തായിട്ടുള്ള ബ്രേക്കിങ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ വണ്ടി ഓടിച്ച് ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്മൂത്തായിട്ടുള്ളൊരു ബ്രേക്കിങ് അപ്ലൈ ആകത്തുള്ളൂ. അപ്പം അതുവരെ നിങ്ങൾ വണ്ടി ഇപ്പോൾ ഒരു തേർഡ് ഗിയറിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകണം, സ്പീഡ് ഒരു 30 എബോവ് 40 ആ റേഞ്ചിൽ സ്പീഡിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ സഡനായിട്ട് നിങ്ങൾ ബ്രേക്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കും. അപ്പം വണ്ടി ആ സമയത്ത് എൻജിന് ആ ഗിയറിൻ്റെ സ്പീഡുമായിട്ട് പൊരുത്തപ്പെടാതെ അല്ലെങ്കിൽ ഒന്ന് ലോഡ് വഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് എൻജിൻ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ആ സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ക്ലച്ചിനും കൂടെ ഒന്ന് ചെറുതായിട്ട് കാല് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വണ്ടി എൻജിൻ ഇടിച്ച് നിൽക്കുന്ന ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അന്നേരം മാത്രമേ നിങ്ങൾക്ക് ഇതേപോലുള്ള ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.